എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. റെയിൽവേ പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന GK ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററിയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നിങ്ങളിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഏൻഷ്യൻ ഇന്ത്യയിലെ, മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മോഡേൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഫ്രീ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനത്തെ ക്വാളിറ്റി കണ്ടന്റ് ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പരീക്ഷകൾക്ക് SSC RRB പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റി ഫ്രീ വീഡിയോസ് നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാ ക്ലാസ്സിലെയും പോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഏൻഷ്യൻ മിഡീവൽ ഇന്ത്യയിലെ ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഫിഗർ തന്നിരുന്നു, ചില മോണുമെന്റ്സിന്റെ, എക്സ്കവേറ്റ് ചെയ്ത ചില ഹിസ്റ്ററിക്കൽ സാധനങ്ങളുടെ. എന്നിട്ട് അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം നിങ്ങളിൽ പലരും ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്യണം. കാരണം എന്താണ്? കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്നും നിങ്ങൾക്കുണ്ട് 3 ഫിഗറുകൾ, 3 വ്യക്തികളാണ്. 1, 2, 3. ഈ 3 പേരും പലപ്പോഴായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ വ്യക്തി ആരാണ്? അദ്ദേഹം ഫിഗർ തന്നിട്ട് അല്ലാട്ടോ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് അദ്ദേഹം? ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ ഏതാണ്? കമന്റ് ചെയ്യുക. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഈ സ്ത്രീ. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഞാനൊരു ക്ലൂ തരാം. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഇവർക്കുണ്ട് കേട്ടോ. മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഒരു ക്ലൂ തരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് അവിടെ നിന്ന് മാറി പുതിയൊരു പാർട്ടി സ്ഥാപിച്ചു. അപ്പൊ ആരാണ് അദ്ദേഹം? അദ്ദേഹം സ്ഥാപിച്ച പുതിയ പാർട്ടി ഏതാണ്? അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ഈ 3 കാര്യങ്ങളും നിങ്ങൾ പറയണം. ക്ലിയർ ആണല്ലോ? 1, 2, 3 ഈ 3 പേരെ പറ്റിയും നിങ്ങൾ പറയണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഹൂ എമംഗ് ദ ഫോളോയിങ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് വാസ് പോപ്പുലർലി നോൺ ആസ് ദേശബന്ധു? ദേശബന്ധു എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന, നിക്നെയിമിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ലീഡർ ആരായിരുന്നു എന്നാണ്. 4 ഓപ്ഷൻസ് നോക്കാം. ദാദാഭായ് നവറോജി, ചിത്തരഞ്ജൻ ദാസ്, അശുതോഷ് മുഖർജി, മദൻ മോഹൻ മാളവ്യ. ഇതിന്റെ ഉത്തരം ചിത്തരഞ്ജൻ ദാസ് ആണ്. CR ദാസ് ആണ് ഇതിന്റെ ഉത്തരം. അദ്ദേഹത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. മറ്റുള്ള 3 ഓപ്ഷൻ നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സിൽ മെമ്പർ ആയിരുന്ന ഏക ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെ കുറ്റപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യൻ എക്കണോമിയെ ഡ്രെയിൻ ചെയ്യുകയാണെന്നൊക്കെ ആദ്യം ക്രിട്ടിസൈസ് ചെയ്ത ഇന്ത്യൻ നാഷണലിസ്റ്റുകൾ ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി കേട്ടോ. അശുതോഷ് മുഖർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി എഡ്യൂക്കേറ്റർ ആയിരുന്നു. അശുതോഷ് മുഖർജിയെക്കാളും കൂടുതൽ ഫേമസ് ആയത് അദ്ദേഹത്തിന്റെ മകനാണ്. മകനെ പറ്റി ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ആരാണ്? വേറൊരു മുഖർജി, ശ്യാമപ്രസാദ് മുഖർജി കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പല സ്കീമുകളും. പിന്നീട് ഭാരത് ജനസംഘ് എന്ന് പറഞ്ഞ് ഇന്നത്തെ BJPയുടെ ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. ആ ഒരു സംഘടനയുടെ ഫൗണ്ടിങ് മെമ്പറാണ് ആര്? ഈ പറയുന്ന ശ്യാമപ്രസാദ് മുഖർജി അല്ലെങ്കിൽ SP മുഖർജി. അടുത്ത വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. മാളവ്യ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം 1915 ഹിന്ദു മഹാസഭ സ്ഥാപിച്ചു. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട് ഇവർക്ക് പറയാനായിട്ട്. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്. അവർക്ക് കിട്ടിയ അവാർഡ്സ്, ഇതിൽ ചില വ്യക്തികൾക്ക് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ പറയാം. ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കാണും, ഹിസ്റ്ററിക്കൽ ഫിഗേഴ്സിന് നമ്മൾ കാണും. അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിനെ പറ്റി ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കാം. ചിത്തരഞ്ജൻ ദാസിലേക്ക് വരാം. ഇദ്ദേഹമാണ് ചിത്തരഞ്ജൻ ദാസ്. ചിത്തരഞ്ജൻ ദാസിനെ ദേശബന്ധു അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ദ കൺട്രി എന്ന് വിളിക്കാൻ പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദേശബന്ധു എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് മറ്റൊരു രീതിയിൽ കൂടിയാണ്. എങ്ങനെയാണ്? ഹി വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹൂ ഈസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്? ഇതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി? ആ ഉത്തരം കമന്റ് ചെയ്യുക. മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു എന്നുള്ളത്
കമന്റ് ചെയ്യുക. സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. ഈ ചിത്തരഞ്ജൻ ദാസിനെ പറ്റി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, അദ്ദേഹം സ്ഥാപിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങിയല്ലേ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിൽ 2 വിഭാഗക്കാരായി. ഒന്നാമത്തെ വിഭാഗക്കാർ പറഞ്ഞു, നമുക്ക് ഇലക്ഷനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ പുറമേ നിന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റ് വെച്ചിട്ട്, സത്യാഗ്രഹ തുടങ്ങിയ സമരങ്ങൾ വെച്ചിട്ട് നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാം എന്ന്. രണ്ടാമത്തെ ഗ്രൂപ്പ് പറഞ്ഞു, അതും വേണം, അതുകൂടാതെ ഇലക്ഷൻ നിൽക്കണം, എന്നിട്ട് ബ്രിട്ടീഷുകാരോട് നമ്മൾ അവരുടെ പാർലമെന്റിൽ കയറി, അസംബ്ലിയിൽ കയറി അവിടെ വെച്ച് അവരെ ചോദ്യം ചെയ്യണമെന്ന്. ആ ഒരു കാഴ്ചപ്പാട് ഫോളോ ചെയ്ത വ്യക്തിയാണ് ചിത്തരഞ്ജൻ ദാസ്. അതുകൊണ്ട് ആ വ്യത്യാസത്തിന്റെ പുറത്ത് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു, സ്വരാജ് പാർട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഏത് വർഷം? 1923. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആ പാർട്ടിയുടെ മറ്റൊരു ഫൗണ്ടറാണിതാ ഈ കൊമ്പൻ മിശക്കാരൻ. ആരാണ് ഈ കൊമ്പൻ മിശക്കാരൻ? അദ്ദേഹത്തിന്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. ക്ലിയർ ആണല്ലോ? കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് മാത്രമല്ല, വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദ കമ്മിങ് എക്സാമിനേഷൻ, അങ്ങനെയും ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് മുഗൾ എംപറർ വാസ് ഡീപ്പോർട്ടഡ് ടു രംഗൂൺ ബൈ ദ ബ്രിട്ടീഷ്? രംഗൂൺ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? രംഗൂൺ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ മ്യാൻമറിലാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു, നമ്മളെ കീഴടക്കി, ഭരണം നടത്തി. ഒരു സമയത്ത് കുറെ പേര് കൂടി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചടിച്ചു. അതിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറഞ്ഞത് 1857 ബ്രിട്ടീഷുകാർ ശിപായി ലഹള അല്ലെങ്കിൽ സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിച്ച, നമ്മൾ ഇന്ത്യക്കാർ അഭിമാനത്തോടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച ആ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു കലാപത്തിൽ, ആ ഒരു യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ നേതാവായിട്ട് അംഗീകരിച്ചത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിനെയാണ്. ബഹദൂർ ഷാ സഫർ. ഹി വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ, ലാസ്റ്റ് മുഗൾ റൂളർ അല്ലെങ്കിൽ മുഗൾ എംപറർ. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. ഭരണം പിടിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? ലീഡറായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയെ നാട് കടത്തി. എങ്ങോട്ട് നാട് കടത്തി? മ്യാൻമറിലുള്ള, അല്ലെങ്കിൽ പണ്ടുകാലത്ത് ബർമ്മ എന്നറിയപ്പെട്ടിരുന്ന ബർമ്മയിലെ രംഗൂണിലേക്ക് നാട് കടത്തി 1858. അദ്ദേഹം അവിടെ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഉത്തരം ബഹദൂർ ഷാ സഫർ. അദ്ദേഹം ബഹദൂർ ഷാ സഫർ കേട്ടോ. അവിടെ കിടന്ന് അദ്ദേഹം 1862 മരിച്ചത്. തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ മൂപ്പർക്ക് കഴിഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിഫോർ ചമ്പാരൻ സത്യാഗ്രഹ, ദ ഫാമേഴ്സ് ഓഫ് ചമ്പാരൻ. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. യൂസ് ടു ഫോളോ ദ പഞ്ചകാത്തിയ സിസ്റ്റം വെയർ ബൈ 5 കഥാസ് ഓഫ് ലാൻഡ് ഇൻ എ ബീഗ ഹാർഡ് ടു ബി പ്ലാന്റഡ് വിത്ത്. ചോദ്യം സിമ്പിൾ ആണ്. ചമ്പാരൻ സത്യാഗ്രഹയുടെ പ്രത്യേകത എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് സത്യാഗ്രഹ അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹ, ഈ 3 സത്യാഗ്രഹാസ് ഗാന്ധി ആദ്യം ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നടത്തിയ ചില ലോക്കൽ സത്യാഗ്രഹാസ് ആണ്. ലോക്കൽ സത്യാഗ്രഹാസ് എന്ന് പറയാൻ കാരണം അതിനൊരു പാൻ ഇന്ത്യ ഒരു ഫിഗർ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാൻ ഇന്ത്യ റീച്ച് ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് 1915. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരു ചാക്ക് സാധനങ്ങളുമായിട്ട് വന്നു. എങ്ങനെ? ചാക്ക് സാധനങ്ങളുമായിട്ട് വന്നു. ചാക്ക്. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ. 1917 ചമ്പാരൻ, 1918 അഹമ്മദാബാദ്, 1918 ഖേദ. 3 സത്യാഗ്രഹസും നടന്നത്. അതിനുശേഷം ഒരു പാൻ ഇന്ത്യ സത്യാഗ്രഹം നടന്നു. ഏതാണ്? റൗലത്ത് സത്യാഗ്രഹ. റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു പാൻ ഇന്ത്യൻ സത്യാഗ്രഹം നടത്തി. അതാണ് റൗലത്ത് സത്യാഗ്രഹ, ഗാന്ധിജിയുടെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സത്യാഗ്രഹം. ഇപ്പൊ ചോദിച്ച ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടക്കപ്പെടാൻ കാരണം അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കൃഷിക്കാർ ഫേസ് ചെയ്ത പ്രശ്നമാണ്. ആ പ്രശ്നമാണ് എന്ത്? പഞ്ചകാത്തിയ സിസ്റ്റം. ചില സോഴ്സുകളിൽ തിങ്കാത്തിയ സിസ്റ്റം എന്ന് പറയും. പഞ്ച എന്ന് പറഞ്ഞാൽ 5 ആണല്ലേ, തീൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ സിംപ്ലി വേറൊന്നുമല്ല, ലാൻഡ് യൂണിറ്റ് ആയിരുന്നു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
കേട്ടോ. ഖത്ത എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂണിറ്റ് ആണ്. നിങ്ങൾക്കുള്ള 20 ഖത്തയിൽ 3 ഭാഗം അല്ലെങ്കിൽ 5 ഭാഗം നിങ്ങൾ ബ്രിട്ടീഷുകാർ പറയുന്ന ഒരു ക്രോപ്പ്, ഒരു വിള കൾട്ടിവേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് വളരെ കുറവാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ കർഷകരെ ഏത് വിള, ഏത് ക്രോപ്പാണ് ബ്രിട്ടീഷുകാർ കൾട്ടിവേറ്റ് ചെയ്യിച്ചത് എന്നാണ് ഈ ചോദ്യം. ഉത്തരം എന്താണ്? ഇൻഡിഗോ. ഇൻഡിഗോ പ്ലാന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ നമ്മൾ നീല അമരി എന്നൊക്കെ പറയും. നീല അമരി. കാരണം ആ ചെടിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നീല കളർ, ബ്ലൂ ഡൈ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് ഈ ആർട്ടിഫിഷ്യൽ ഡൈ ഒക്കെ വന്നപ്പോൾ അത് പതുക്കെ ഇല്ലാതെയായി പോയി. അപ്പോൾ ജനങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലായിരുന്നുകൊണ്ട് അവർക്ക് അത് കൾട്ടിവേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അത് ആവശ്യമായിരുന്നു, അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ഫോഴ്സ് ചെയ്ത് അവർ ഈ പഞ്ചകാത്തിയ അല്ലെങ്കിൽ തിങ്കാത്തിയ സിസ്റ്റം ഫോളോ ചെയ്യിപ്പിച്ചു. അത് ഏത് ക്രോപ്പായിരുന്നു? ഇൻഡിഗോ എന്ന് പറയുന്ന ക്രോപ്പായിരുന്നു. ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള ഇൻഡിഗോ എന്ന് പറയുന്ന ക്രോപ്പ്. നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ പലപ്പോഴായിട്ട് ഈ ചെടി കണ്ടിട്ടുണ്ടാവും. അതിൽ ഇലയൊക്കെ ഇങ്ങനെ പിഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ നീല കളർ വരാറുണ്ട്. അത് ഡ്രൈ ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. സോ ചമ്പാരൻ സത്യാഗ്രഹ, ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സത്യാഗ്രഹ 1917. കേട്ടോ, ചമ്പാരൻ സത്യാഗ്രഹ വർഷം 1917. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹിസ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് റിലീജിയസ് റീഫോം വാസ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ബ്രഹ്മസഭ ആൻഡ് ബ്രഹ്മ സമാജ്. ഹൂ ഈസ് ഹി? വെരി 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 ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഒരുപാട് വെരി ആയി പോയോ? ഒരുപാട് ഈസി ആയിട്ടുള്ള ചോദ്യമാണല്ലേ. ബ്രഹ്മ സമാജ് അല്ലെങ്കിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, രാംമോഹൻ റോയ്. രാജാ രാംമോഹൻ റോയ്. അദ്ദേഹത്തിന് രാജ എന്നുള്ള ടൈറ്റിൽ കൊടുത്താരാണ്? മുഗൾ രാജാവായിരുന്ന അക്ബർ രണ്ടാമൻ. അക്ബർ ദ ഗ്രേറ്റ് അല്ല, അത് അക്ബർ ഒന്നാമനാണ്. പിന്നീട് വന്ന വ്യക്തി, നമ്മുടെ ഈ ബഹദൂർ ഷാ സഫറിനൊക്കെ മുൻപ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് അക്ബർ രണ്ടാമൻ. അദ്ദേഹം കൊടുത്തൊരു പേരാണ് എന്ത്? രാജ. രാജ രാംമോഹൻ റോയ് പിന്നീട് രാജാ രാംമോഹൻ റോയ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇത്? ബ്രഹ്മ സമാജ്. കേട്ടോ, സ്ഥാപിച്ചാണ് ബ്രഹ്മ സമാജ്. 1828 കൽക്കട്ടയിലാണ് ഈ സുന്ദരൻ ഇത് സ്ഥാപിച്ചത്. നിങ്ങൾ കൽക്കട്ട പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം, അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ പോകണം. ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് സൗകര്യത്തിൽ വളർന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാലും അദ്ദേഹം ഒരു സഭ രൂപീകരിച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസിനെതിരെ പോരാടി. റിലീജിയസ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, സോഷ്യൽ ആയിട്ടുള്ള മറ്റുള്ള കുറെ പ്രശ്നങ്ങൾ, അതിനൊക്കെ എതിരെ അദ്ദേഹം പോരാടി. അപ്പൊ ഈ ബംഗാൾ റിനൈസൻസിന്റെ, ബംഗാളിൽ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പ്രതീകമായിരുന്നു ആര്? നമുക്ക് പറയാം രാജാ രാംമോഹൻ റോയ് എന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. സ്വാമി ദയാനന്ദ സരസ്വതി കേട്ടിട്ടുണ്ടാവും. ആര്യ സമാജിന്റെ ഫൗണ്ടറാണ്. ഏത്? ആര്യ സമാജ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുക. ഇദ്ദേഹം ജനിച്ചത് ഇന്നത്തെ ഏത് സ്റ്റേറ്റിലാണ്? ഈ പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് ഇന്നത്തെ ഏത് സ്റ്റേറ്റിലാണെന്ന് എനിക്ക് ഉത്തരം കിട്ടണം. കേട്ടോ. അടുത്തത് സ്വാമി വിവേകാനന്ദ. നമുക്ക് എല്ലാവർക്കും അറിയാം, തന്റെ ഷിക്കാഗോ പ്രസംഗത്തിൽ ഹിന്ദുയിസത്തിനെ പറ്റി അമേരിക്കക്കാർക്ക് പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. കേരളം ഒരു ഭ്രാന്താലയം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷൻ ആണ് ഇത്? രാമകൃഷ്ണ മിഷൻ. അടുത്ത വ്യക്തി ഭീംറാവ് റാംജി അംബേദ്കർ. നമുക്കറിയാം ദളിത് പൊളിറ്റിക്സിലെ ഒരു ഇന്ത്യ ഇന്നുവരെ കാണാത്ത ഇതുപോലൊരു ഫിഗറിനെ ഇന്ത്യ കണ്ടെത്തില്ല. ദളിത് പൊളിറ്റിക്സിലെ ഒരു അതികായനാണ് അംബേദ്കർ. നമ്മുടെ ഭരണഘടന നമുക്ക് വേണ്ടി നൽകിയ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ഒരുപാട് സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരുപാട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ഫെഡറേഷൻ, അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്ന്. കേട്ടോ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ദ ഫസ്റ്റ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ. ഫസ്റ്റ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാർട്ടീഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടീഷൻ ഉണ്ട്. 1947 ഇന്ത്യയെ വിഭജിച്ചപ്പോൾ ഒരു പങ്ക് വെസ്റ്റിലേക്ക് പോയി, ഒരു പങ്ക് ഈസ്റ്റിലേക്ക് പോയി. വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. അന്നും ബംഗാൾ വിഭജിക്കപ്പെട്ടു. അതാണ് സെക്കൻഡ് പാർട്ടീഷൻ. ഫസ്റ്റ് പാർട്ടീഷൻ എപ്പോഴാണ്? നോട്ട് ചെയ്യുക, വർഷം 1905. 1905. സി, ഇത്ര വലിയ ഒരു ടെറിട്ടറി ആയിരുന്നു ബംഗാൾ. അപ്പൊ ഞാനിപ്പോൾ പല റീഫോമേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പല റെവല്യൂഷണറികളെ പറ്റി പറയുമ്പോൾ, നമ്മൾ ഇനി പഠിക്കുമ്പോൾ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ ഇവരൊക്കെ ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇന്ന് നമ്മൾ കളിയാക്കി വിളിക്കില്ലേ, അത് ബംഗാളികളാണ്. ബീഹാറിൽ നിന്ന് വന്നവനും, ആസാമിൽ നിന്ന് വന്നവനും, ഉത്തർപ്രദേശിൽ നിന്ന് വന്നവനും, ഇവരൊക്കെ നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കില്ലേ?
ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റിന്റെ ആ ഒരു ഇന്റലക്ച്വൽ റിനൈസൻസിന്റെ ഉറവിടം എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. പ്രധാനപ്പെട്ട എല്ലാവരും ബംഗാളികളായിരുന്നു. അതുകൊണ്ട് ആ ബംഗാളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ? അവരുടെ ഫണ്ടമെന്റൽ അജണ്ട റിലീജിയൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാനായിരുന്നു. ഇതാ ഇങ്ങനെ രണ്ട് രീതിയിൽ അവർ ബംഗാളിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ഇതിൽ നിങ്ങൾ നോക്കുക, ഈ ഈസ്റ്റേൺ ഭാഗം മുസ്ലിംസ് ആയിരുന്നു മജോറിറ്റി, വെസ്റ്റേൺ ഭാഗം ഹിന്ദുസ് ആയിരുന്നു മജോറിറ്റി. സോ മതത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഏത് വർഷം? 1905. ആ സ്പ്ലിറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലോർഡ് കേഴ്സൺ. കേഴ്സ് എന്ന് പറഞ്ഞാൽ ശാപമാണല്ലേ. ഇദ്ദേഹം ഒരു തരത്തിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ശാപമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിഭജിച്ചു, ബംഗാളിനെ വിഭജിച്ചു. എന്നാൽ കുറെ കാലമോ നീണ്ടു നിന്നില്ല. 6 വർഷത്തിന് ശേഷം ആ തീരുമാനം പിൻവലിച്ചു. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ദ ബംഗാൾ പാർട്ടീഷൻ വാസ് അന്യൂൾഡ് ഇൻ. അന്യൂൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു. അന്യൂൾഡ് ഇൻ 1911, 1911. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്താണ്? ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ് ഈ ബംഗാൾ പാർട്ടീഷൻ അന്യൂൾ ചെയ്തത്? ഉത്തരം മാർക്ക് ചെയ്തോളുക. ലാർഡല്ല, ലോർഡ് ഹാർഡിഞ്ചിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട ഒരു കാര്യം, 1905 ബംഗാൾ പാർട്ടീഷൻ നടത്തി കഴിഞ്ഞപ്പോൾ മുസ്ലിം ഓർത്തഡോക്സ് വിഭാഗം, പ്രത്യേകിച്ച് ബംഗാളിലുള്ള മുസ്ലിം ഓർത്തഡോക്സ് വിഭാഗത്തിനെ പ്ലീസ് ചെയ്തു നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ്. കാരണം അവർക്ക് വേണ്ടി ഒരു ഏരിയ എന്നുള്ള രീതിയിൽ. അപ്പോൾ 1911 ആ തീരുമാനം പിൻവലിച്ചപ്പോൾ അത് അവരുടെ ഇൻട്രസ്റ്റിനെ ഹേർട്ട് ചെയ്തല്ലോ. പക്ഷെ അവർക്ക് അവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 1911 ബ്രിട്ടീഷ് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റി. ഏത് വർഷമാണ് മാറ്റിയത്? 1911. അതുവരെ അവരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, കൽക്കട്ടയായിരുന്നു ക്യാപിറ്റൽ. എന്താ ഡൽഹിയിലേക്ക് മാറ്റാൻ കാരണം? നമ്മൾ ഇന്ത്യയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി സുൽത്താനേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരായിക്കോട്ടെ അവരുടെ ക്യാപിറ്റലായിട്ട് ഭരിച്ചിരുന്നത് ഡൽഹി ആയിരുന്നു. സോ ഡൽഹിയിലേക്ക് മാറ്റിയതിന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ബ്രിട്ടീഷുകാർ മതം നോക്കിയാണ് പോളിസി സ്വീകരിച്ചിരുന്നത്. നമ്മൾ കുറെ ഇന്ത്യക്കാർ അതും വിശ്വസിച്ചങ്ങിരുന്നു അല്ലേ, അതും വിശ്വസിച്ചങ്ങിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബൈ വിച്ച് ലെജിസ്ലേഷൻ വേർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഡിവൈഡ് ഇൻ ടു 2 ഇൻഡിപെൻഡന്റ് നേഷൻസ്? ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായത്? നമുക്കറിയാം ഏത് വർഷമാണ്? 1947 സോ 1947 എന്ന് പറഞ്ഞുകൊണ്ട് 4 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ചില ഓപ്ഷനൊക്കെ കംപ്ലീറ്റ്ലി ഇറിലവൻ്റ് ആണ്. നിങ്ങൾ നോക്കുക, പാകിസ്ഥാൻ പാർട്ടീഷൻ ആക്ട്, പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഇന്ത്യൻ പാർട്ടീഷൻ ആക്ട്. അങ്ങനെയൊന്നും ഇല്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, പാകിസ്ഥാൻ എന്നൊരു പേരൊന്നും വന്നിട്ടില്ല. പാകിസ്ഥാൻ എന്നൊരു പേര് അതുവരെ വന്നിട്ടില്ല. 1947 ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് പാകിസ്ഥാൻ തന്നെ വന്നത്. സോ പാകിസ്ഥാനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം പാകിസ്ഥാൻ എന്നൊരു രാജ്യമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. അന്നുള്ളത് ഇന്ത്യയാണ്, ബ്രിട്ടീഷ് ഇന്ത്യയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുമാണ് പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ തുടങ്ങി 2 രാജ്യങ്ങൾ, 2 അയൽ രാജ്യങ്ങൾ കാലക്രമേണ ശത്രുരാജ്യങ്ങളായി മാറിയ 2 രാജ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരമാണ് 2 ഡൊമീനിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിപ്പെൻഡൻസി എന്ന് പറയാം. എന്ത്? ഡിപ്പെൻഡൻസി. അന്ന് നമ്മൾ ബ്രിട്ടീഷിനെ ഡിപ്പെൻഡന്റ് ആയിരുന്നു. കാരണം 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. പക്ഷെ ഇന്ത്യ റിപ്പബ്ലിക് ആയോ? റിപ്പബ്ലിക് ആയിട്ടില്ല. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 അല്ലേ? ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ 26 ജാനുവരി 1950 അല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ആയി എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ, അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്. 1947 മുതൽ 50 വരെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാറിയെങ്കിൽ നമുക്കൊരു ഗവർണർ ജനറൽ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. 1950 നമ്മുടെ പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എലക്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയുടെ ഈ പാർട്ടീഷന് വേണ്ടി അന്നൊരു പ്ലാൻ പ്രൊപ്പോസ് ചെയ്തത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. അതുകൊണ്ടാണ് അത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ആ പ്ലാൻ പ്രൊപ്പോസ് ചെയ്തത് 1947 ഒരു ജൂൺ മാസം 3-ാം തീയതിയാണ്. അതുകൊണ്ട് ആ പ്ലാൻ 3rd ജൂൺ പ്ലാൻ എന്നും അറിയപ്പെടും. 3rd ജൂൺ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പ്ലാന്റെ ഉദ്ദേശം എന്താണ്? ടു പാർട്ടീഷൻ ഇന്ത്യ ഇൻടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെ വെസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായി, ഈസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായി. 1970കളിൽ ഈസ്റ്റ് പാകിസ്ഥാൻ എന്തായി? ഇന്നത്തെ ബംഗ്ലാദേശായി.
ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ബംഗ്ലാദേശായി. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who was best known for hoisting Indian National Congress flag at Gowalia Tang Maidan in Bombay during Quit India movement? നമുക്കറിയാം 1940-കളിൽ ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ, അതായത് പീസ് ലവിങ് ആയിട്ടുള്ള സത്യാഗ്രഹി പറഞ്ഞാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ് ആ ഒരു മൂവ്മെന്റ് അതിന്റെ പീക്കിലെത്തി. അന്ന് ബോംബെയിലെ ഒരു മൈതാനത്ത് ഒരു പറ്റം ആൾക്കാർ തടിച്ചുകൂടി. ആ മൈതാനമാണ് ഗോവാളിയ ടാങ് മൈതാൻ. ആ മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത ഒരു വനിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വനിതയുടെ പേരാണ്, നോട്ട് ചെയ്തുകൊള്ളുക, അരുണ അസഫ് അലി. അരുണ അസഫ് അലി. അത് ആ സ്ത്രീയെ പറ്റി നമുക്ക് കാണാം. കനകലത ബറുവ അടുത്ത ഓപ്ഷൻ. അസാമിൽ ബറുവ എന്നുള്ള പേര് നിങ്ങൾ ഗിരിധർ ബറുവ എന്നൊരു മലയാളി വില്ലനെ കേട്ടിട്ടില്ലേ? ഈ ബറുവ എന്നുള്ളത് ഒരു അസാമീസ് സർനെയിമാണ്. ഈ കനകലത ബറുവ ആസാമിൽ വെച്ച് പോരാടി വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ പങ്കെടുത്ത്, എനിക്ക് തോന്നുന്നു 17-18 വയസ്സിൽ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച ഒരു ധീര വനിതയാണ് കനകലത ബറുവ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വനിതകളുണ്ട്. അവരെ പറ്റി ഒരു സീരീസ് നമ്മൾ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സൈലം സ്റ്റാർട്ട് ചെയ്യും അവരെ പറ്റി ഒരു സീരീസ്. അടുത്തത് ഭിഖാജി റസ്തം ഖാമ അല്ലെങ്കിൽ മാഡം ഭിഖാജി കാമ എന്നറിയപ്പെടുന്നവരും അവരും ഈ ഫ്ലാഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട് പ്രവർത്തിച്ചതാണ്. ഒരു പാർസി വനിതയാണ്. അവർ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പഠിക്കാൻ പോയി. വിദേശത്ത് അവരുടെ ആക്ടിവിറ്റീസിൽ അവർ സ്ട്രോങ് ആയി. ജർമ്മനിയിൽ വച്ച്, നോട്ട് ചെയ്യുക, ജർമ്മനിയിൽ വച്ച് ആദ്യമായി ഒരു വിദേശ മണ്ണിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയ വനിതയാണ് മാഡം ഭിഖാജി കാമ. അടുത്ത വ്യക്തി ലക്ഷ്മി സെഹ്ഗാൾ. ലക്ഷ്മി സെഹ്ഗാളിന്റെ മറ്റൊരു പേരാണ് ലക്ഷ്മി സ്വാമിനാഥൻ. അപ്പം മലയാളിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, അവർക്കൊരു മലയാളി ഒറിജിൻ ആണുള്ളത്. അവരുടെ അമ്മയുടെ പേര് അമ്മു സ്വാമിനാഥൻ എന്നാണ്. അമ്മു സ്വാമിനാഥന്റെ പ്രത്യേകത നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് തരിക. അമ്മു സ്വാമിനാഥൻ വാസ് പൊളിറ്റിക്കലി വെരി ആക്റ്റീവ് ലേഡി. അവരുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അമ്മു സ്വാമിനാഥന്റെ പ്രത്യേകത. ഈ ലക്ഷ്മി സെഹ്ഗാള് ഇന്ത്യൻ നാഷണൽ ആർമി INA, ആരുടെ, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ INAയിൽ അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഫേമസ് ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അരുണ അസഫ് അലിയിലേക്ക് വരാം. അരുണ അസഫ് അലിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ 1942 ഗോവാളിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം, ദ ഫസ്റ്റ് മേയർ ഓഫ് ഡൽഹി. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം അവർ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഡൽഹിയുടെ മേയർ ആയതാരാണ്? അരുണ അസഫ് അലി. വളരെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് വലുതായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അവരുടെ മരണശേഷം 1996 അവർ മരിച്ചതിന് ശേഷം പോസ്റ്റ്യൂമസ്ലി മരണാനന്തര ബഹുമതിയായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ്, ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഏതാണ്? ഭാരത് രത്ന കൊടുത്ത് രാജ്യം അവരെ ആദരിച്ചു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വെൻ വാസ് ദ മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഈ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഫോം ചെയ്തു. പാകിസ്ഥാൻ എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വന്നു. പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവർ നേടിയെടുത്തു, അവർ പോയി. ആ മുസ്ലിം ലീഗും ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം ലീഗും തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. രണ്ട് പാർട്ടികളാണ്. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1905 നമ്മൾ പറഞ്ഞു. ബംഗാൾ പാർട്ടീഷൻ ആണല്ലേ? ബംഗാൾ പാർട്ടീഷൻ ഓർത്തിരിക്കുക. മുസ്ലിം ലീഗ് ഫോം ചെയ്തത് തൊട്ടടുത്ത വർഷമാണ് 1906. ഉത്തരം 1906. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906. എവിടെ വെച്ചാണ് സ്ഥാപിച്ചത്? ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിൽ വെച്ചാണ് സ്ഥാപിച്ചത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്താണ്? ദ ഫൗണ്ടർ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഖ്വാജ സലീമുള്ള. ഇദ്ദേഹമാണ് അദ്ദേഹം, ഖ്വാജ സലീമുള്ള. ആരായിരുന്നു? ധാക്കയുടെ നവാബായിരുന്നു. രാജാവെന്ന് വേണമെങ്കിൽ പറയാം, നവാബായിരുന്നു അദ്ദേഹം, ഖ്വാജ സലീമുള്ള. ആ ചോദ്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. മുസ്ലിം ലീഗ് സ്ഥാപിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം മുസ്ലിം ലീഗ് ഒരു മതാടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട പാർട്ടിയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഹിന്ദു മഹാസഭയുടെ കാര്യം കൂടെ പറയണം. ഹിന്ദു മഹാസഭ. മുസ്ലിം ലീഗ് 1906 വന്നെങ്കിൽ ഹിന്ദു മഹാസഭ വീണ്ടും ഏകദേശം 10 വർഷം എടുത്തു. 9 വർഷം, കറക്റ്റായിട്ട് പറഞ്ഞാൽ 9 വർഷത്തിന് മുകളിൽ. 1915 സ്ഥാപിക്കപ്പെട്ടത്. ആരാണ് ഫൗണ്ടർ? മദൻ മോഹൻ മാളവ്യയാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് തീർച്ചയായിട്ടും പോകാം.
ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് മുസ്ലിം ലീഗ് ഇൻ 1930? 1906 ഫോം ചെയ്ത മുസ്ലിം ലീഗിന്റെ 1930 പ്രസിഡന്റിനെ ചോദിക്കണമെങ്കിൽ ആ 30 പ്രത്യേക കാര്യം നടന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ വർഷത്തെ പ്രസിഡന്റിനെ നമ്മൾ ഈവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും ഓർത്തിരിക്കുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ? കാര്യമില്ല. ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ആണ്. 1930 ആ സെഷൻ നടന്നത് അലഹബാദ് ആണ്. അലഹബാദ് എന്ന് എങ്ങനെ അറിയപ്പെടുന്നു? പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ആ സെഷനിൽ വെച്ച് അലഹബാദ് അഡ്രസ്സിൽ മുഹമ്മദ് ഇക്ബാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ആൻ ഇൻഡിപെൻഡന്റ് മുസ്ലിം മജോറിറ്റി സ്റ്റേറ്റ് ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. അതായത് മുസ്ലിങ്ങൾ മജോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് വെച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയക്ക് വിത്ത് പാകിയ വ്യക്തിയാണ് ആര്? മുഹമ്മദ് ഇക്ബാൽ. 2 നേഷൻ തിയറി എന്നൊക്കെയുള്ള കോൺസെപ്റ്റിന്റെ ഒരു ഒറിജിൻ മുഹമ്മദ് ഇക്ബാലിൽ നിന്നുമാണ്. ഇദ്ദേഹമാണ് മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉറുദു പോയറ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ അല്ലാമ ഇക്ബാൽ, ദ ലേൺഡ് ഇക്ബാൽ എന്നാണ് അർത്ഥം. മുഹമ്മദ് അല്ലാമ ഇക്ബാൽ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സോങ് നമ്മളെല്ലാവരും പാടിയിട്ടുണ്ട് പലപ്പോഴും. ഏതാണ്? സാരേ ജഹാൻ സേ അച്ഛാ. എല്ലാവർക്കും അറിയാലോ അത്. അതായത് ബെറ്റർ ദാൻ ദ ഹോൾ വേൾഡ്. എൻ്റെ രാജ്യം ഹിന്ദുസ്ഥാൻ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഒരുപാട് 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 ബ്യൂട്ടിഫുൾ ആണെന്നുള്ള ആ സോങ് എഴുതിയതും പാകിസ്ഥാനിലെ, ഇന്നത്തെ പാകിസ്ഥാനി പഞ്ചാബിലെ സിയാൽകോട്ടിൽ ജനിച്ച മുഹമ്മദ് ഇക്ബാൽ ആണ് കേട്ടോ. അദ്ദേഹം ഒരു ഉറുദു പോയറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. അവസാനത്തെ ചോദ്യം ദാ പിടിച്ചോ. ദ ഉമൈദ് ഭവൻ പാലസ് ഈസ് ഇൻ വിച്ച് സിറ്റി? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കും. നമ്മൾ പഠിച്ചു അല്ലേ, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പഠിച്ചു. എന്നാൽ അങ്ങനെ പഠിക്കാൻ ചാൻസ് കുറവുള്ള ചില ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാം. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ഉമൈദ് ഭവൻ പാലസ് എന്ന്. നമുക്കറിയാം രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരുപാട് രജ്പുത് രാജാക്കന്മാരുടെ ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ്. സോ അവിടെ മേവാർ ഫാമിലി ഉണ്ടായിരുന്നു, മാർവാർ ഫാമിലി ഉണ്ടായിരുന്നു, അതിൽ തന്നെ റാത്തോറുകൾ ഉണ്ടായിരുന്നു, ജോധ്പൂർ, ജയ്പൂർ, ബിക്കാനർ, ഉദയ്പൂർ, ഇവിടെയൊക്കെ ഓരോ രാജവംശം ഉണ്ടായിരുന്നു. ഒരുപാട് കോട്ടകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, ഒരുപാട് പാലസുകൾ. അതിൽ പലതും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന്. അങ്ങനെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ ഏറ്റവും വലുത്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതിനൊരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ടാറ്റയുടെ കീഴിലുള്ള താജ് ഹോട്ടലാണ്. ആ ഒരു പ്രോപ്പർട്ടിയാണിത്, ഉമൈദ് ഭവൻ പാലസ്. ഉമൈദ് ഭവൻ പാലസ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ജോധ്പൂരാണ്. എവിടെ? ജോധ്പൂരാണ്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും രാജസ്ഥാനിലാണ്. സോ ഈവൻ രാജസ്ഥാനിലാണെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല, അവിടെ തന്നെ ജോധ്പൂരാണെന്ന് അറിഞ്ഞിരിക്കണം. അത് പ്രാക്ടിക്കലി സ്പീക്കിംഗ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഹാരാജ ഉമൈദ് സിംഗിന്റെ പേരിലാണ് ഉമൈദ് ഭവൻ പാലസ് അറിയപ്പെടുന്നത്. ഈ ജോധ്പൂരുള്ള ഒരു രജ്പുത് ഡൈനാസ്റ്റിയുടെ രാജാവായിരുന്നു അദ്ദേഹം. ഇന്നിതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇന്നിതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ലക്കിലി ചിലപ്പോൾ കിട്ടും. കാരണം നമ്മൾ വാർത്തകളിൽ വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും, ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. സോ അങ്ങനത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളത് ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് പഠിക്കാൻ കഴിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ 10 ചോദ്യങ്ങളിൽ 9 ചോദ്യങ്ങളിൽ 4 ഓപ്ഷൻ, അങ്ങനെ 36 മുതൽ 40 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് 36 മുതൽ 40 ഫാക്റ്റുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്, എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് തീരെ പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് GKയിലെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും നല്ലപോലെ പഠിക്കുക. ഈ ചാനൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ചാനൽ എത്തിച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ.